ഹരി ഓം. ഏവർക്കും അവിടുത്തെ യൂട്യൂബ് ചാനലിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. ഞാൻ ദേവനന്ദു. ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഏപ്രിൽ മാസഫലമാണ്. മേടം മുതൽ മീനം വരെയുള്ള ഓരോ രാശിക്കാർക്കും എന്തൊക്കെ ഫലങ്ങളാണ് വരിക, എന്തൊക്കെ കാര്യങ്ങളാണ് നാം ശ്രദ്ധിക്കേണ്ടത്, എന്തൊക്കെ ശ്രദ്ധിച്ചു പോയാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ സാധിക്കുക, അല്ലെങ്കിൽ ഒരു ഉയർച്ചയിലേക്ക് എത്താൻ സാധിക്കുക എന്നുള്ള കാര്യങ്ങളാണല്ലോ എല്ലാ മാസവും നമ്മൾ സംസാരിക്കുക. അതുകൊണ്ട് ഈ മാസവും ഏപ്രിൽ മാസത്തില് നമുക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ നമുക്ക് വളരെ വിശദമായിട്ട് നോക്കാം കേട്ടോ. അപ്പൊ ആദ്യമായിട്ട് നമ്മളെ ചാനൽ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. തൊട്ടടുത്ത് തന്നെ ബെല്ലൈക്കൺ കൂടെ അമർത്തിക്കോളൂ കേട്ടോ. അപ്പൊ നമ്മൾ ഇന്ന് വീഡിയോസ് അപ്പൊ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് അധികം താമസിക്കില്ല, വീഡിയോയ്ക്ക് കിടക്കാം. വൃശ്ചിക രാശി, വിശാഖംകാരെ അനിരം തൃക്കേട്ടടങ്ങുന്ന രണ്ടേകാല നക്ഷത്രമാണ് വൃശ്ചിക രാശി എന്ന് പറയുക അല്ലെ. വൃശ്ചിക രാശിക്കാർക്ക് ഈ ഒരു ഏപ്രിൽ മാസത്തില് എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കുക? നമ്മുടെ ഗ്രഹനില പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ 5 ശനി നോക്കുന്ന സമയമാണ് അല്ലെ. വൃശ്ചികത്തിന് 5 എന്ന് വെച്ചാൽ മീനൻ രാശിയില് ശനിയും ശുക്രനൊക്കെ ഒന്നിച്ചൊക്കെ സമയമാണ്. ശനി, ശുക്രന്, അതുപോലെ തന്നെ സൂര്യന്, രാഹുവ്, ബുധന് ഇവരെല്ലാം എന്താണ് 5 നിൽക്കുന്ന സമയമാണ് അല്ലെ. അതുപോലെ വ്യാഴത്തിന്റെ ദൃഷ്ടി എന്താണ് വൃശ്ചികത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുജൻ എന്ന് പറയുന്ന 8 നിന്ന് 9 മാറി വന്ന സമയമാണ്. ഇപ്പൊ കുജൻ 8 നിന്ന സമയത്ത് നമുക്ക് അനാവശ്യമായ കൺഫ്യൂഷൻസ്, ഡിസ്ട്രാക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. ഇപ്പം കുജൻ എന്താണ് 9 നിൽക്കുക എന്ന് പറയുന്നത് നീചത്തില് കർക്കിടക രാശിയുടെ. അതുപോലെ തന്നെ നമുക്ക് ഈ വ്യാഴത്തിന്റെ ദൃഷ്ടി എന്ത് വരുന്നുണ്ട് വൃശ്ചിക രാശിയിലേക്ക് നമുക്ക് വരുന്നത്. സാമ്പത്തികമായ പുരോഗതിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ഒരു മാസം തന്നെയാണ് ഇതെന്ന് പറയുന്നത്. അതുപോലെ കുജൻ എന്ന് പറയുന്നത് 9 നിൽക്കുന്ന സമയമാണ് അല്ലെ. നമുക്ക് നല്ലൊരു ജീവിതം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ 5 എന്താ ഉച്ചസ്ഥനായ ശുക്രൻ നിൽക്കുക എന്ന് പറയുന്നത്. നമുക്ക് വിദേശ യാത്രയ്ക്കൊക്കെ അനുകൂലമായിട്ടുള്ള സമയമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ 5 ശനി നിൽക്കുന്നുണ്ട് അല്ലെ. തൊഴിൽ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ മാറുവാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ചിന്തിക്കാവുന്ന സമയം തന്നെയാണ്. അതിനൊക്കെ കറക്റ്റ് ടൈമാണ്. അതുപോലെ തന്നെ 5 ഗ്രഹങ്ങൾ ഒന്നിച്ച് നോക്കുക എന്ന് പറയുന്നത് തൊഴിൽ സംബന്ധമായിട്ട് ബിസിനസ് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ എക്സ്പാൻഷൻസ്, പ്രൊജക്ട് പ്രസന്റ് ചെയ്യാനൊക്കെ അനുകൂലമായിട്ടുള്ള ടൈമൊക്കെ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും പൊതുവെ. ഓക്കെ, അപ്പൊ പൊതുവെ നമുക്ക് തൊഴിൽ സംബന്ധമായിട്ട് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ തൊഴിലിന് അനുകൂലമായ സമയമാണ്. പദവി, അധികാരമൊക്കെ ലഭിക്കാനും യോഗമുള്ളൊരു സമയമാണ് ഏപ്രിൽ മാസം എന്ന് പറയുന്ന വൃശ്ചിക രാശിക്ക്. അതുപോലെ നമ്മുടെ കഴിവിന് അംഗീകാരം ലഭിക്കുക എന്ന മാസമായിരിക്കും ഏപ്രിൽ മാസം. വെച്ചാൽ നമുക്ക് കഴിവുള്ളവരാണ് വൃശ്ചിക രാശിക്കാരെന്ന് പറഞ്ഞാൽ. പക്ഷെ ആ കഴിവിന് ഒരു അംഗീകാരം കിട്ടുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ കാര്യം. ഓക്കെ, ചിലതൊക്കെ മറ്റുള്ളവർ കണ്ടില്ലാന്ന് വെക്കും, ചിലപ്പോൾ നമുക്ക് പുറത്ത് കാണിക്കാൻ പറ്റിയില്ല. പക്ഷെ ഈ ടൈം എന്ന് പറയുന്നത് നിങ്ങളുടെ കഴിവ് എന്താണോ അതിനൊരു അംഗീകാരം ലഭിക്കുന്ന ടൈം ആയിരിക്കും ഈ ടൈം എന്ന് പറയാം. അതുപോലെ ഈ മാസം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നുണ്ട്. നിങ്ങൾക്കിപ്പോൾ ഒരു ഗിത്താർ വായിക്കുന്നവരാണ്, നിങ്ങൾക്ക് അത് ആ കഴിവൊന്ന് യൂസ് ചെയ്യാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. നിങ്ങൾ നല്ല സ്കേറ്ററാണ്, സ്കേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ എന്താണ് ഈ മാസത്തിൽ ഒന്ന് യൂസ് ചെയ്യാൻ കഴിയുമോ, എൻ്റെ ഈ ഒരു ടയറുണ്ട് എനിക്ക് ഈ ഒരു മന്ത് യൂസ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസ് ചെയ്യാവുന്ന ടൈം തന്നെയാണ്. ഏപ്രിൽ 14 എന്താണ് മേടരാശിയിലേക്ക് സൂര്യൻ വരുമ്പോൾ നമുക്ക് നല്ലൊരു റിസൾട്ട് തൊഴിൽ സംബന്ധമായിട്ട് കിട്ടും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ 10ാമത്തെ ഭാവാധിപൻ എന്ന് പറയുന്ന ആരാണ്? സൂര്യനാണ് അല്ലെ. എനിക്ക് വൃശ്ചികത്തിന്റെ 10 എന്ന് പറയുമ്പോൾ ചിങ്ങരാശിയാണ് അല്ലെ. ചിങ്ങരാശിയുടെ അധിപൻ ആരാണ്? സൂര്യനാണ്. നമ്മുടെ എന്താണ് തൊഴിൽ സംബന്ധമായിട്ട് കാര്യങ്ങൾ മേജറായിട്ട് ഡിസിഷൻ എടുക്കേണ്ട ആര് തന്നെയാണ്? സൂര്യനാണ്. ആ സൂര്യനാണ് നമുക്ക് എവിടെ വരുന്നത്? മേടരാശി ഉച്ചക്ഷേത്രത്തിൽ വരുന്നത്. തൊഴിൽ സംബന്ധമായിട്ട് പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ അനുകൂലമായ സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ ഫാമിലി റിലേറ്റഡ്, കുടുംബ റിലേറ്റഡ് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് അനുകൂലമായ സമയം തന്നെയാണ് ടൈം. പ്രണയ കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിക്കാൻ നോക്കുന്നവർക്ക് അത് അനുകൂലമായ സമയം തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ശുക്രനും രാഹുവും ഒന്നിച്ച് നിൽക്കുന്ന സമയമാണ് ടൈം എന്ന് പറയുന്നത് അല്ലെ. അതുപോലെ തന്നെ വ്യാഴത്തിന്റെ ദൃഷ്ടി എങ്ങോട്ടുണ്ട്? വൃശ്ചികത്തിൽ. വൃശ്ചിക രാശിക്കാർ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടത്തിയെടുക്കാനൊക്കെ പറ്റുന്ന ടൈം തന്നെയാണ് ഈ ടൈം എന്ന് പറയുന്നത്. ഈ ഒരു കോമ്പിനേഷൻ ശുക്രൻ രാഹുവിന്റെ കൂടെയും വ്യാഴത്തിന്റെ ദൃഷ്ടി എന്താണ് വൃശ്ചികത്തിലേക്ക് വരുമ്പോൾ പ്രണയ കാര്യങ്ങളൊക്കെ വീട്ടിൽ അവതരിപ്പിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ അവതരിപ്പിച്ച് അത് അനുകൂലമാക്കി നമുക്ക് എന്താണ് വിവാഹ കാര്യങ്ങളിലൊക്കെ എത്തിക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് ടൈം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അനുകൂലമായി വരുന്ന ഒരു സാഹചര്യവും വൃശ്ചിക രാശിക്ക് ഈ ഒരു മാസം നമുക്ക് കരുതാവുന്നതാണ്. അതുപോലെ കുടുംബജീവിതം നോക്കിയാൽ നമുക്ക് നന്നായി കൊണ്ടുപോകാനോ പറ്റുന്ന സമയമാണ്. എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും അതൊക്കെ സോൾവ് ചെയ്ത് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. പ്രത്യേകിച്ച് നോക്കിക്കഴിഞ്ഞാൽ വൃശ്ചിക രാശി എന്ന് പറയുമ്പോൾ തന്നെ അവിടെ എന്താണ്, അവിടെ ചന്ദ്രൻ അത്ര ബലമുള്ളതല്ല അല്ലെ. അവിടെ നമുക്ക് എന്ത് സംഭവിക്കും? ഒരു ഇമോഷണലി ഡൗൺ ആയിട്ടുള്ളവരാണ് വൃശ്ചിക രാശി എന്ന് പറയുന്നത്. ഇവരുടെ മുമ്പ് ഒരാൾ കരഞ്ഞു കാണിച്ച് ഇവർ പെട്ടെന്ന് ഡൗൺ ആയി പോവുക, നല്ല കാര്യങ്ങൾ വെച്ചാൽ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കണ്ണിൽ നിന്ന് വെള്ളമൊക്കെ വരിക, കരച്ചിലൊക്കെ വരിക,
ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ വെച്ചാൽ ഇമോഷണലി ഭയങ്കര ഡൗൺ ആണ്. ഓക്കെ, ഇങ്ങനെ ലഗ്നം മാറുമ്പോഴും മറ്റു ഗ്രഹങ്ങളുടെ രീതി അനുസരിച്ച് ഒരു ഓരോ വ്യത്യാസങ്ങൾ ഉണ്ടെങ്കിൽ പോലും പൊതുവെ വൃശ്ചിക രാശി ജനിക്കുമ്പോൾ ഈ നക്ഷത്രങ്ങൾ അതായത് വൃശ്ചാകാല അനിഴം തൃക്കേട്ട എന്ന് വെച്ചാൽ വിശാഖത്തിന്റെ അവസാന പാദവും അനിലവും തൃക്കേട്ട ഈ നക്ഷത്രക്കാരെന്ന് പറയുമ്പോൾ പൊതുവെ എന്താണ് ഇമോഷണൽ ഡൗൺ ആയിരിക്കും. ഇവർ പെട്ടെന്ന് മറ്റുള്ളവരുടെ സങ്കടത്തിൽ ഇൻവോൾവ് ആവുക, മറ്റുള്ളവരുടെ കല്യാണം കാണുമ്പോൾ ഇവർക്കും അറിയാതെ ഒരു കണ്ണിൽ നിന്ന് കരച്ചിൽ വരിക, അതൊക്കെ ഇവർക്ക് പ്രിയപ്പെട്ടവരൊക്കെ ആണെങ്കിൽ എന്താണ് അത്ര ഡീപ്പായിട്ട് ഇവർക്കും ഇമോഷണൽ ആവും. ഈ പ്രിയപ്പെട്ടവരല്ല, ഇവർക്ക് പരിചയമൊന്നും ഇല്ലെങ്കിൽ പോലും ഒരാൾക്ക് അറിയുന്ന കാണുമ്പോൾ ഇവർക്കും ആ ഒരു സങ്കടം, ഒരു വിഷമം ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, ഇവർ ആ ഒരു ഇമോഷൻ ശരിക്കും ഒന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് പെട്ടെന്ന് ആ ഇമോഷൻ വരും, ആ ഒരു സാഹചര്യമൊക്കെ വരാറുണ്ട്. സോ ആ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊന്ന് മെഡിറ്റേറ്റ് അത്രയും നല്ലതല്ല. മറ്റൊരാൾക്ക് സങ്കടം വരുമ്പോൾ എന്താണ് നമ്മളും പെട്ടെന്ന് സങ്കടം ദുഃഖപ്പെടുന്നത്, അവരെ സമാധാനപ്പെടുത്താനാണ് നമ്മൾ നോക്കേണ്ടത്. ഇവർക്ക് അങ്ങനെയും പ്രശ്നമുണ്ട്, മറ്റുള്ളവരെ സമാധാനപ്പെടുത്താൻ അത്ര നന്നായൊന്നും അറിഞ്ഞെന്ന് വരില്ല, ഇവരും ആ സങ്കടത്തിൽ പങ്കുചേരും എന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, സോ ചിലരുണ്ട് കേട്ടോ നമുക്ക് ആ സങ്കടം വരുമ്പോൾ അത് സോൾവ് ചെയ്ത് പോവുകയൊക്കെ ചെയ്യും. എന്നിരുന്നാൽ പോലും ഇവർ പെട്ടെന്നാണ് ഇമോഷണലി ഡൗൺ ആയിട്ട്. സോ കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് സോൾവ് ചെയ്ത് എടുക്കാവുന്നതൊക്കെ ഉള്ളൂ. സോ ആ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകാം കേട്ടോ. അതുപോലെ സ്ത്രീകളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ മനസ്സിന് ഒരു തൃപ്തി ലഭിക്കുന്ന മാസമായിട്ട് നമുക്ക് കാണാവുന്നതാണ് ഈ ഏപ്രിൽ മാസം എന്ന് പറയുന്നത് കേട്ടോ. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനൊക്കെ യോഗം. നമ്മുടെ പ്രതീക്ഷിക്കുന്ന കാര്യം നോക്കിയാൽ ഇനി അടുത്ത നിശ്ചയം നമുക്ക് വൃശ്ചികത്തിലുണ്ട്. സോ വൃശ്ചിക രാശിക്കാർ വിചാരിക്കുന്ന കാര്യം പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളൊക്കെ നടന്നു കിട്ടാനുള്ള യോഗമുണ്ട്. സോ അനുകൂലമാണ്. അതുപോലെ വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നോക്കിക്കഴിഞ്ഞാൽ 5-ൽ ബുധൻ നിൽക്കുന്ന സമയമാണ് അല്ലെ. ഗുരു ആണെങ്കിൽ 7 നിൽക്കുന്ന സമയമാണ്. പൊതുവെ നോക്കി കഴിഞ്ഞാൽ വിദ്യാർത്ഥികളൊക്കെ നോക്കി അനുകൂലമായ ഒരു ടൈമായിട്ട് നോക്കാം. കോൺഫിഡൻസ് വർദ്ധിക്കുക, ഭാഗ്യ അനുഭവങ്ങളൊക്കെ വർദ്ധിക്കുന്ന ഒരു സമയമായിട്ട് പറയാൻ പറ്റും. മത്സര പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് നിങ്ങൾക്ക് കൃത്യമായിട്ട് നിങ്ങളുടെ ബുദ്ധി ഉപയോഗിച്ച് നിങ്ങൾക്ക് നല്ല ഭാഗ്യ അനുഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട്, നല്ല ഇത് റിസൾട്ടൊക്കെ കിട്ടാൻ യോഗമുള്ളൊരു സമയം തന്നെയാണ് ഈ ഒരു ഏപ്രിൽ മാസം എന്ന് പറയുന്നത്. സോ നിങ്ങൾ വേണ്ട വിധത്തിൽ എന്ത് ചെയ്യണം, യൂസ് ചെയ്യണം എന്ന് മാത്രം. ഓക്കെ, ഒരു നല്ല സമയമാണ്, നല്ലൊരു അനുകൂലമായ ടൈം വരുമ്പോൾ നിങ്ങൾ പ്രിപ്പയറും കൂടി ചെയ്തിട്ടുണ്ടാവണം. നിങ്ങൾക്ക് അത് പേപ്പറിൽ പ്രസന്റ് ചെയ്യണ്ടേ, പേപ്പറിൽ എന്തെങ്കിലും പ്രസന്റ് ചെയ്താലല്ലേ ദൈവത്തിന്റെ അനുഗ്രഹവും അതുപോലെ ഭാഗ്യ അനുഭവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആ റിസൾട്ട് കിട്ടുള്ളൂ. കാരണം മാർക്ക് ഇടാൻ നിൽക്കുന്ന ആൾക്ക് എന്തെങ്കിലും ആ പേപ്പറിൽ മാർക്ക് ഇടാൻ വേണ്ടേ. സോ നിങ്ങൾ എന്നെ പ്രിപ്പയർ ചെയ്യുക, പ്രിപ്പയർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും. കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവർ നല്ല രീതിയിൽ വർക്ക് ചെയ്താൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. സോ നോക്കാം. അതുപോലെ ആരോഗ്യ സംബന്ധമായി നോക്കിക്കഴിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ ആ പ്രശ്നം പുറത്തിയാടും. ഓക്കെ, ആ പ്രശ്നം പുറത്തിയാടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതിന് കൃത്യമായിട്ട് സൊല്യൂഷൻ കാണാൻ പറ്റും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുജൻ എന്താണ് 8-ൽ നിന്ന് 9-ലേക്ക് മാറിയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ട്, ആരോഗ്യ സംബന്ധമായിട്ട് പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പുറത്ത് ചാടുന്ന സമയമായിരിക്കും ഈ ടൈം എന്ന് പറയുന്നത് കേട്ടോ. ഉള്ളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് പുറത്ത് ചാടുന്ന സമയം തന്നെയാണ്. അതുപോലെ സീനിയേഴ്സിനെ സംബന്ധിച്ച് നോക്കി നിങ്ങൾക്ക് ഒരു ക്ലാരിറ്റി, വ്യക്തത കിട്ടുന്ന ടൈം തന്നെയായിരിക്കും ഇതെന്ന് വെച്ചാൽ നിങ്ങളുടെ പരിശ്രമത്തിന് വിജയം കണ്ടെത്താൻ സാധിക്കുന്ന സമയമാണ്. അത് നല്ല മാസമായിട്ട് നമുക്ക് കരുതാവുന്ന മാസമാണ് ഈ ടൈം എന്ന് പറയുന്നത്. ഓക്കെ, പൊതുവെ നോക്കിക്കഴിഞ്ഞാൽ അപ്പോൾ വൃശ്ചിക രാശിയെ സംബന്ധിച്ചോളം പൊതുവെ ഏപ്രിൽ മാസം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ല മാസമായിട്ട്, ഗുഡ് മന്ത് ആയിട്ട് നമുക്ക് കാണാം. വലിയ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല, നമുക്ക് അനുകൂലമായ സാഹചര്യങ്ങളൊക്കെയാണ് വരിക. തൊഴിലായാലും സാമ്പത്തികമായിട്ടുള്ള പുരോഗതിയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാനോ വരുമാന മാർഗങ്ങളൊക്കെ വരുന്നതായിട്ട് കാണാൻ പറ്റും. നിങ്ങൾക്ക് എന്താണ് ഒരു നല്ലൊരു ഇൻകം നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനൊക്കെ പറ്റുന്ന സമയം തന്നെയാണ് കേട്ടോ. പൊതുവെ നോക്കി കഴിഞ്ഞാൽ അനുകൂലമായ സാഹചര്യമൊക്കെ ഒരുങ്ങി വരും കേട്ടോ വൃശ്ചിക രാശിക്ക്. അപ്പൊ എന്ത് ചെയ്യാം, സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ടിരിക്കും കേട്ടോ. വേറൊരു കാര്യം പറയാണ്, നമ്മുടെ ബുക്കിങ്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്തേക്കുവാണ് കേട്ടോ. സെപ്റ്റംബർ മാസം വരെയുള്ള ബുക്കിങ്സ് നമ്മൾ എന്ന് വെച്ചാൽ ജൂലൈ വരെയുള്ള ബുക്കിങ്സ് പോസ്റ്റ് ചെയ്തേക്കുവാണ്. എന്നുവെച്ചാൽ അവരുടെ ഒരു ഫില്ലായി. സോ ഇനി അതിന് കഴിഞ്ഞിട്ടുള്ളൂ. സോ ഇപ്പോഴേ നമുക്ക് അതിന് ഡേറ്റ് എടുത്ത് കൊടുക്കണ്ടല്ലോ. സോ അതുകൊണ്ട് എന്താണ് നമ്മുടെ ബുക്കിംഗ് പോസ്റ്റ് ആയേക്കുവാണ്. സോ ഇപ്പം നമ്മൾ ബുക്ക് ചെയ്യാൻ വേണ്ടി കൺസൾട്ടേഷൻ ബുക്ക് ചെയ്യാൻ നോക്കി ഓഫീസിലേക്ക് വിളിച്ചാൽ ബുക്കിംഗ് കിട്ടുകയായിരിക്കില്ല. സോ നിങ്ങൾക്ക് ഒരു കാര്യം അത്ര ആവശ്യമാണ്, അത്ര അർജന്റായിട്ട് നിങ്ങൾക്ക് നോക്കണം എന്നൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എൻ്റെ അമ്മേനെ കൺസൾട്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. 2 പേർക്ക് ഒരേ ഓഫീസ് നമ്പറാണ്, ഒരേ ഓഫീസിലേക്കാണ് കോൾ വരിക കേട്ടോ. സോ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കുറച്ചുകൂടി നല്ല വ്യക്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് എന്താണ് നിങ്ങൾക്ക് അനുഭവിക്കുന്ന ഫലങ്ങളും അതുപോലെ എന്തൊക്കെ ദുരിതങ്ങളാണ് നിങ്ങൾ അനുഭവിക്കുന്നതിനൊക്കെ വരെ കൃത്യമായിട്ട് പറയും. അത് മാത്രമല്ല നമ്മൾ നോക്കുന്ന ജാതകം വെച്ചായിരിക്കില്ല. അതുകൊണ്ട് തന്നെ ജാതകം ഇല്ലാത്തവർക്കും പേര് നക്ഷത്രം അറിയില്ലെങ്കിൽ പോലും പേര് അറിയാമെങ്കിൽ പേരും അഡ്രസ്സും ഒക്കെ അറിയാമെങ്കിൽ തന്നെ എന്ത് ചെയ്യും, അമ്മ നോക്കി പറയുന്നതായിരിക്കും കേട്ടോ. അമ്മ നമ്മുടെ എന്താണ് പെൻഡുല ആസ്ട്രോളജിയും കുന്നിക്കുരു ആസ്ട്രോളജിയും ഒക്കെ ബേസിലാണ് പറയുക. ഓക്കെ, അപ്പം കൺസൾട്ട് ചെയ്യാൻ വേണ്ടി അമ്മേനെ കോൺടാക്ട് ചെയ്യുക. കാരണം എന്താ വെച്ചാൽ എൻ്റെ അപ്പോയിന്റ്മെന്റ് ഞാൻ എന്ത് ചെയ്യാം ഇവിടെ ക്ലോസ് ചെയ്യാണ്. അപ്പം സെപ്റ്റംബറിലേക്ക് നമുക്ക് ഇനി ഓപ്പൺ ചെയ്യാം കേട്ടോ. കാരണം വെച്ചാൽ നീട്ടി അപ്പോയിന്റ്മെന്റ് ഇട്ട് കൊടുത്തിട്ട് കാര്യമില്ലല്ലോ, അത്ര നാൾ വെയിറ്റ് ചെയ്യണം. അപ്പൊ എന്ത് ചെയ്യണം, അവരും അത് ഓർത്തിരിക്കണം. ഒത്തിരി നീട്ടുള്ള അപ്പോയിന്റ്മെന്റ് അല്ലേ. സോ
അറിയാലോ കൺസൾട്ടേഷൻ ഒന്നും ഞായറാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ. ഒരു ദിവസം എത്ര കൺസൾട്ട് ചെയ്യാൻ പറ്റും നമുക്ക്? കൂടിപ്പോയ ഒരു 10 കൺസൾട്ടേഷൻ വരെയൊക്കെ നമുക്ക് ഒരു ദിവസം മാക്സിമം പോകാൻ പറ്റും. കാരണം എന്നാലും നമുക്ക് വാല്യുബിൾ ആയിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതുകൊണ്ട് നമ്മുടെ ജൂലൈ വരെ ക്ലോസ്ഡ് ആണ്. സോ അത് കഴിഞ്ഞിട്ട് നമ്മൾ വീണ്ടും അപ്പോയിന്റ്മെന്റ് സ്വീകരിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പം അതിന് മുമ്പ് നമ്മുടെ പ്രശ്നങ്ങൾ വിധികളൊക്കെ അറിയണം എന്ന് ആഗ്രഹിക്കുന്നവരെ അമ്മേനെ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതുപോലെ എനിക്ക് പറയാനുള്ളത്, നമ്മൾ ഈ ഫലങ്ങളൊക്കെ കേൾക്കുമ്പോൾ പോസിറ്റീവ് ആണ് നെഗറ്റീവ് ആവുക എന്തും ആയിക്കോട്ടെ, ഞാനൊരു റെമഡി പറയാത്ത എന്താണെന്ന് വെച്ചാൽ, അതും നേരത്തെ പറഞ്ഞിട്ടുണ്ട് കുറെ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. റെമഡി എന്ന് പറയുന്നത് ഒരു കോമൺ ആയിട്ട് പറയാം. ഞാൻ നേരത്തെ ഒക്കെ പറഞ്ഞിട്ടുണ്ട്, അത് കഴിഞ്ഞിട്ട് പിന്നെ വേണ്ടാന്ന് വെച്ച് കോമൺ ആയിട്ട് ആ ഒരു പെഡിഷൻ ഡിസ്പെൻസിപ്പെടുത്തി പറയുന്നതല്ലേ. ഓരോ വ്യക്തിപരക്ക് എളുപ്പം വേറെ പരിഹാരങ്ങൾ ചെയ്താൽ മതിയാവും. അപ്പം കുറച്ചുകൂടി നമുക്ക് അക്യൂറേറ്റ് ആയിട്ടുള്ള മരുന്ന് നമ്മൾ കഴിക്കുന്നതല്ലേ നല്ലത്. അതുകൊണ്ടാണ് കോമൺ ആയിട്ടുള്ളൊരു റെമഡി പറയാത്തത് കേട്ടോ. അപ്പം റെമഡി നമുക്കിപ്പം നമ്മൾ കൃത്യമായിട്ട് പ്രാർത്ഥിക്കുക, നമ്മൾ ഈശ്വര പ്രാർത്ഥനകളൊക്കെ കൃത്യമായിട്ട് നടത്തുക, നമുക്കറിയാവുന്ന മന്ത്രജപങ്ങളും കീർത്തനങ്ങളൊക്കെ പാരായണം ചെയ്യുക, ക്ഷേത്ര ദർശനം പറ്റുമ്പോഴൊക്കെ പോവുക. ഇനി ഒരു മാസം നമ്മുടെ നക്ഷത്രം വരുന്ന ദിവസമെങ്കിലും മിനിമം പോയി ക്ഷേത്ര ദർശനമൊക്കെ നടത്തി നമ്മൾ തൊഴുത് നമ്മളാൽ പറ്റുന്ന യഥാശക്തി വഴിപാടുകളൊക്കെ നടത്തി ഈശ്വര വിശ്വാസം നല്ല ഭക്തിയോടെ പോയി പ്രാർത്ഥിച്ച് തിരിച്ചു വരിക. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭക്തിയോടെ എന്ന് പറയുമ്പോൾ വേറൊരാൾക്ക് ദോഷം വരണം എന്ന് പ്രാർത്ഥിക്കാതെ നമുക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നന്മകളുമായ ഒരു ആരോഗ്യമൊക്കെ വരാൻ വേണ്ടിയൊക്കെ പ്രാർത്ഥിച്ച എപ്പോഴും മനസ്സിൽ പോസിറ്റീവ് നിറച്ചുകൊണ്ട് തന്നെ പോകണം. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ നെഗറ്റീവ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ക്ഷേത്രത്തിൽ ആ പടി ചവിട്ടുമ്പോൾ നമുക്ക് ആ ഉള്ളിന് ആ നെഗറ്റിവിറ്റി ഒക്കെ മാറി നമ്മൾ പോസിറ്റീവായിട്ട് നിറഞ്ഞു വേണം തിരിച്ച് ആ ഒരു നമ്മുടെ ആ അമ്പലത്തിന് ക്ഷേത്രത്തിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് അനുഭവിക്കേണ്ടത്. സോ എന്ത് ചെയ്യണം, എല്ലാ കാര്യങ്ങളും ഫ്രീ ആക്കുക, മൈൻഡ് ഫ്രീ ആക്കി തിരിച്ചു വരിക. ഇടയ്ക്ക് ടെൻഷനൊക്കെ വരുമ്പോൾ നമുക്ക് അടുത്തുള്ള ക്ഷേത്രം ഏതാണ് ആ ക്ഷേത്രത്തിന്റെ അടുത്തൊക്കെ പോയി ഒന്ന് പ്രാർത്ഥിച്ച് അവിടെ ഒന്നും കുറച്ച് നേരമൊക്കെ നമ്മൾ ഇരുന്നിട്ട് തിരിച്ച് ഒന്ന് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് തിരിച്ച് നമ്മുടെ വീട്ടിലേക്കൊക്കെ വരിക. ഓക്കെ, അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഒന്ന് പോസിറ്റീവായിട്ട് നമുക്ക് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് കുറയ്ക്കാൻ സാധിക്കും. ഓക്കെ, ഒരു ടെൻഷനൊക്കെ വരുമ്പോൾ നമ്മൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാൻ പറ്റുന്ന ആളുകളോട് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ലേ, നമ്മുടെ ആരാധന മൂർത്തിയോട്, നമ്മുടെ ഇഷ്ട ദൈവത്തിനോട് നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം അല്ലെ. നമ്മുടെ മനസ്സറിഞ്ഞ് നമുക്ക് സംസാരിക്കാം, നമ്മുടെ ദുഃഖങ്ങളൊക്കെ തുറന്ന് സംസാരിക്കാം. അപ്പൊ ആ ദുഃഖങ്ങൾ തുറന്ന് ഒരാളോട് പറഞ്ഞു കഴിയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആ ഒരു റിലീഫ് ഉണ്ടാവും. അത് നമ്മുടെ ജീവിതത്തിൽ നല്ലൊരു വഴികാട്ടിയായിരിക്കും കേട്ടോ. അപ്പൊ സന്തോഷമായിട്ട് ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാം. ദോഷഫലങ്ങളാണടുത്ത് ദുഃഖിക്കുകയോ നല്ല ഫലങ്ങളടുത്ത് ഓവർ എക്സ്പെക്ടേഷൻ ഒന്നും വേണ്ട. എല്ലാം ഒരു സമ്മിശ്രമായ രീതിയിൽ പോകാൻ മുന്നോട്ട്. അപ്പൊ സന്തോഷമായിട്ട് ജീവിതം ഹാപ്പി ആയിട്ട് നോക്കി കാണാൻ സാധിക്കും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ രാശിയിൽ ഓരോ രാശിക്കാർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് ജാഗ്രതയായിട്ട് പോവാ കേട്ടോ. അപ്പം ഹാപ്പി ആയിട്ടിരിക്കുക, ഈശ്വര വിശ്വാസത്തോടെ നല്ല കർമ്മങ്ങളും സൽപ്രവർത്തികളും സൽചിന്തയോടെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവാ കേട്ടോ.